ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് വെളുത്ത കടല വച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു പലഹാരമാണ്. നമുക്ക് സോസ് ആയാലോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നി ആയാലോ എന്തായാലും കൂട്ടി കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പോളം വെള്ളക്കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് എല്ലാവർക്കും അറിയാം, വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ നല്ലപോലെ വലുതാവും. നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാലും ഒത്തിരി വെള്ളത്തിൽ കിടന്ന് കുതിർന്നിട്ടൊക്കെ വരുമ്പം നല്ലപോലെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3/4 കപ്പ് മതി. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഒരു 7-8 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇനിയിപ്പോൾ ഒന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കൊണ്ടുവരാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ തന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെയും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വെള്ളക്കടല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷായിട്ടൊന്ന് അരച്ചെടുക്കണം. ശരിക്കൊന്ന് അരയണം, പക്ഷേ എന്നാൽ വല്ലാതെ സോഫ്റ്റായിട്ട് അരയണ്ട. നമ്മൾ സാധാരണ വടക്കൊക്കെ അരയ്ക്കുന്ന മാതിരി അങ്ങനെ ഒന്ന് അരയ്ക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിൽ വലിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അരഞ്ഞൊന്നും വരില്ല. അതിന് വേണ്ടിയിട്ടാണ്. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മീഡിയം സൈസുള്ള സവാളയുടെ ഒരു പകുതി എടുക്കാം. അപ്പോൾ അത്രയും അളവിലാണ് ചെറിയ ഉള്ളി ചേർത്തേക്കുന്നത്. അപ്പോൾ ഈ വലിയ ഉള്ളികളൊക്കെ ഞാനൊന്ന് ചെറുതാക്കിയിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ ഉള്ളി മുറിച്ച് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു സാധനങ്ങളും ചേർക്കാം. ചെറിയ ഉള്ളി ഇല്ലാത്തവർക്ക് നമുക്ക് സവാളയും ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ 2 ഇഞ്ച് സൈസിൽ വലിയൊരു സൈസിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ച് കൂടുതൽ വേണം. ഇത്രയുമുള്ള കടലയ്ക്ക് മാത്രമുള്ള അളവിലല്ല ചേർക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അളവിലാണ് ചേർക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 3-4 വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയുടെ അല്ലി. ഇതെല്ലാം ഈ വെളുത്തുള്ളി കുറച്ച് മതി കേട്ടോ. ഇഞ്ചി കുറച്ച് കൂടുതൽ, വെളുത്തുള്ളി കുറച്ച് കുറവായിട്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ഒടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അരഞ്ഞൊന്നും വരില്ല. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണല്ലോ അരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അരയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. അതിന് മുന്നേ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് നല്ലപോലെ നമ്മൾ ഉഴുന്നുവടയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതായി കടല അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. കടല അരച്ചെടുത്തിട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ കടല ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. ഒരു തവണ അരച്ചപ്പോൾ അരിഞ്ഞില്ല, ഫുള്ളായിട്ട് അരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ എൻ്റെ അരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഒരു ബൗളിൽ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഉരുളക്കിഴങ്ങ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി എല്ലാം ചേർക്കുമ്പം നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് അളവിൽ കൂടുതൽ ചേർക്കണം എന്ന് പറഞ്ഞ് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് അതുപോലെ ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഉടച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചേർക്കുന്നതിന് മുന്നേ ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടിയും ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ളൊരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തായിരുന്നു. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതെല്ലാം ചേർക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം. മുളകായാലും ഉള്ളി ആയാലും ഇഞ്ചി ആയാലും നമ്മൾ നേരത്തെ ചേർത്ത് കൊടുക്കാനായിട്ട്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന ആ കടല അരച്ചതോടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇത്രയും സമയം ഇതിലൊട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടതാണ്, ഇതിലൊട്ടും വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ മിക്സിയിൽ അതും കൂടെ അരച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിരുന്നു, എന്നാലും ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വേറെ കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിരുന്നില്ല, അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ടല്ല അരച്ചത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് അരിപ്പൊടി, പുട്ടിൻ്റെ പൊടിയല്ല, നമ്മൾ ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില നല്ലപോലെ ചോപ്പ് ചെയ്തിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോപ്പ് ചെയ്ത മല്ലിയിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു
മീഡിയം സൈസിലുള്ള ഒരു നാരങ്ങാനീരൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ നാരങ്ങാനീരും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴേ ഇതെല്ലാം എടുത്തും എല്ലാം ശരിക്ക് ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് നമുക്ക് ശരിക്കൊന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടിയെല്ലാം ശരിക്കും ഇതിലേക്ക് മിക്സായി കിട്ടണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുക്കിംഗ് ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കിംഗ് ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും മിക്സ് ചെയ്ത് എല്ലായിടത്തും ഓയിലെല്ലാം എല്ലായിടത്തും ആവാൻ പാകത്തിന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് അടച്ച് കഴിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ട് നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഒരു കുറച്ച് കട്ടിക്കുള്ള ഓവൽ ഷേപ്പിലാണ് ഉരുട്ടിയെടുത്തേക്കുന്നത്. അതിന് ശേഷം നമുക്ക് റൗണ്ടായിട്ട് ബോളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കുക. ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഫുള്ള് ഇതുപോലെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ നേരത്തെ ഉരുട്ടി വെച്ചിരുന്നത് നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക. അത് കുറച്ച് തിക്കായിട്ടുള്ളതായതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ശരിക്ക് ഒരു സൈഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് നമുക്ക് ശരിക്കും ഇതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒട്ടും പൊട്ടാതിരിക്കാനായിട്ട് 2 സ്പൂൺ വെച്ചിട്ടാണ് തിരിച്ചിടുന്നത്. 2 സ്പൂൺ വെച്ചിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാ സൈഡും ഒരുപോലെ നമുക്ക് മൊരിയിച്ച് വറുത്ത് കോരി എടുക്കണം. ഇപ്പോൾ ഇത് ആദ്യത്തെ സെറ്റ് ഇവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ലപോലെ മൊരിയിച്ച് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റും കൂടെയും ഒന്ന് വറുത്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ, ചായക്കെല്ലാം കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഗ്രീൻ ചട്നി ആയാലും സോസ് ആയാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതാ നല്ല മൊരിഞ്ഞിരിക്കുന്ന ഒരു പലഹാരമാണ്. നല്ല മൊരമൊരാന്നിരിക്കുന്ന പലഹാരമാണ്. സോസിൻ്റെ എല്ലാം കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വേറെ റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്